എക്സാലോജിക് വിഷയത്തിൽ ഏത് അന്വേഷണമാണ് വേണ്ടതെന്ന് ആദ്യം കേന്ദ്ര ഏജൻസികൾ തീരുമാനിക്കട്ടെ എന്ന് എ കെ ബാലൻ. ഒരു അഴിമതിയുമില്ലെന്ന് കോടതി പറഞ്ഞു. ഇതിനെതിരായി ഹൈക്കോടതിയിൽ റിവിഷൻ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി വി എസ് അനുരാഗ് ഇപ്പോൾ ചേരുന്നു. അനുരാഗ്, നിയമവിരുദ്ധമായ ഒരു കാര്യവും നടക്കാത്ത ഒരു വിഷയമാണ് ഇത് എന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് എ കെ ബാലൻ. പ്രത്യേകിച്ച് കോടതി അടക്കം ഈ ഒരു ഘട്ടത്തിൽ ശരിവെച്ച അഴിമതിയില്ല എന്നത് ശരിവെച്ച ഒരു സാഹചര്യമുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഈ കേന്ദ്ര ഏജൻസികൾ ഇത്തരത്തിൽ ഒരു വിഷയം ഉണ്ടാക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതനുസരിച്ചുള്ള പ്രതികരണം തന്നെയാണ് എ കെ ബാലന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഏത് അന്വേഷണമാണ് വേണ്ടതെന്ന് ആദ്യം കേന്ദ്ര ഏജൻസികൾ തീരുമാനിക്കണം. CMRLനെ ഒരു കേന്ദ്ര ഏജൻസി തന്നെ നേരത്തെ പ്രോസിക്യൂഷൻ നടപടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. വിജിലൻസ് കോടതിയിൽ ഒരു നടപടി തന്നെ ഉണ്ടായിരുന്നു. ഒരു അഴിമതിയുമില്ലെന്ന് ആ ഘട്ടത്തിൽ കോടതി പറഞ്ഞു. ഇതിനെതിരെ ഹൈക്കോടതിയിൽ റിവിഷൻ പെറ്റീഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയോ അദ്ദേഹത്തിന്റെ മകൾ വീണയ്ക്കോ ഇതുവരെ ഒരു നോട്ടീസ് പോലും അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. ഏത് അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ട് നടക്കട്ടെ എന്നും തങ്ങൾക്ക് യാതൊരു പ്രശ്നമോ ഭയമോ ഇല്ല എന്നുള്ള കാര്യവും എ കെ ബാലൻ വ്യക്തമാക്കുന്നു. ഇപ്പോൾ 3 അംഗ കമ്മീഷൻ ഇത് അന്വേഷിക്കുന്നുണ്ട്. ആ അന്വേഷണം തുടരട്ടെ എന്നുള്ള കാര്യമാണ് എ കെ ബാലൻ പറയുന്നത്. കൊടുക്കേണ്ട രേഖകളെല്ലാം ROCയിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ രേഖകളും പരിപൂർണമായി തന്നെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഇൻകം ടാക്സും GSTയും അടച്ചിട്ടില്ല അല്ലെങ്കിൽ കൊടുത്തിട്ടില്ല എന്നുള്ളതായിരുന്നു ആദ്യ പ്രശ്നം. പക്ഷേ അത് കൊടുത്തിട്ടുണ്ട് എന്ന് കൃത്യമായ മറുപടി നൽകുകയും ചെയ്തു. സർവീസിന്റെ കാര്യങ്ങൾ, ഈ കമ്പനിയുടെ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവർ അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നുള്ള കാര്യവും എ കെ ബാലൻ വ്യക്തമാക്കുന്നുണ്ട്. ROC റിപ്പോർട്ട് ശരിയാണെങ്കിൽ എന്തുകൊണ്ട് ഈ കമ്പനിക്ക് ഇമ്മ്യൂണിറ്റി കൊടുത്തു എന്നുള്ള ചോദ്യവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. എന്ത് ഇക്കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു അഴിമതിയും ഇല്ല എന്നുള്ളത് കോടതിയുടെ തന്നെ കണ്ടെത്തലാണ്. കമ്പനി ഫ്രോഡ് അല്ല എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. കള്ളപ്പണമുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഉദ്യോഗസ്ഥരോടാണ് പറയേണ്ടത്. CMRLന് എതിരായ പരാതി ഉണ്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനോ വീണയോ അല്ല. ഇതൊക്കെ എന്ത് ന്യായമാണ് എന്നുള്ള ചോദ്യവും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. അന്വേഷണം നടക്കട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ മാധ്യമങ്ങൾ ഇതുപോലെ തന്നെ ചോദിക്കണമെന്നും അദ്ദേഹം പറയുന്നു. അന്വേഷണ ഏജൻസികളെ എന്തായാലും ഈ ഘട്ടത്തിൽ സംശയിക്കേണ്ട കാര്യമില്ല. അന്വേഷിച്ച് തന്നെ കാര്യങ്ങൾ കണ്ടുപിടിക്കട്ടെ. നിയമവിരുദ്ധമായി ഒരു കാര്യവും ഇവിടെ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏത് കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാലും ഒരു ഭയവുമില്ല എന്നുള്ളതാണ് CPM നിലപാട് എന്നുള്ളതാണ് എ കെ ബാലൻ വ്യക്തമാക്കിയത്. അനുരാഗ, ഈ വിഷയം മുൻനിർത്തി പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഒരു നോട്ടീസ് പോലും വന്നിട്ടില്ലാത്ത ഒരു സാഹചര്യവും സന്ദർഭവും അദ്ദേഹം ഒരിക്കൽ കൂടി ആവർത്തിച്ച് വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾക്ക് ആകട്ടെ എതിർ ഭാഗത്തു നിന്നും ആകട്ടെ വളരെ ശക്തമായി ഈ വിഷയം മുൻനിർത്തിയുള്ള ഒരു ആക്രമണത്തിനാണ് ശ്രമം എന്ന നിലയ്ക്കും എ കെ ബാലൻ പ്രതികരിക്കുകയുണ്ടായോ? തീർച്ചയായും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം തന്നെ അജണ്ട പ്രകാരമാണ്. അതുപോലെ തന്നെയാണ് ചില മാധ്യമങ്ങളുടെ ചോദ്യവും ഇടപെടലും എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. പ്രത്യേക ഒരു അജണ്ട പ്രകാരമാണ് ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതും അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസികൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ അന്വേഷണവുമായി വരുന്നത് എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹം കൃത്യമായ മറുപടി തന്നെയാണ് എല്ലാ ചോദ്യങ്ങൾക്കും നൽകിയിട്ടുള്ളത്. കാരണം ഇതിൽ അഴിമതിയില്ല കാര്യം നേരത്തെ കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കമ്പനി ഫ്രോഡ് അല്ല എന്നുള്ള കാര്യം കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഈ CMRനെതിരായ പരാതി ഉണ്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ട യാതൊരു കാര്യവും മുഖ്യമന്ത്രിക്കോ അദ്ദേഹത്തിന്റെ മകൾ വീണയ്ക്കോ ഇല്ല എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നു. ഇതൊക്കെ എന്ത് ന്യായമാണ് എന്ന ചോദ്യം അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട ഒരു നിലപാട് തന്നെയാണ് CPM ഇക്കാര്യത്തിൽ എടുക്കുന്നത്. കാരണം ഏത് അന്വേഷണവും നടക്കട്ടെ. കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ രാഷ്ട്രീയ ലാക്കോട് കൂടിയാണ് ഇടപെടുന്നത് എങ്കിൽ പോലും ഈ ഘട്ടത്തിൽ സംശയിക്കേണ്ടതില്ല എന്നുള്ള കാര്യമാണ് എ കെ ബാലൻ പറയുന്നത്. അവർ അന്വേഷിക്കട്ടെ. നിയമവിരുദ്ധമായി ഇവിടെ ഒരു കാര്യവും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ഭയവും ഇല്ല എന്നുള്ള കാര്യം എ കെ ബാലൻ ആവർത്തിച്ചു പറയുന്നു. ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു എന്നുള്ള കാര്യം തന്നെയാണ് എ കെ ബാലൻ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കി വയ്ക്കുന്നത്. ശരി, വി എസ് അനുരാഗാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.